ഇന്നത്തെ മുരളിയിൽ ബാബ കുട്ടികളായ നമ്മളിൽ നിന്നും വാങ്ങുന്നതെന്ത്, പകരം നൽകുന്നതെന്ത് എന്നത് കേൾപ്പിക്കുന്നു. ജ്ഞാനസാഗരമായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 31/7/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, കുട്ടികൾ വലുതാകുമ്പോൾ എൻ്റെ സേവനം ചെയ്യണം എന്ന ഇച്ഛയും ശിവബാബയ്ക്കില്ല. ആ ഒന്ന് ഒരിക്കലും വൃദ്ധനാകുന്നില്ല. ബാബ തന്നെയാണ് നിഷ്കാമ സേവാധാരി. ചോദ്യം: ഭോലാനാഥനായ ശിവ് ബാബ കുട്ടികളായ നമ്മുടെയെല്ലാം വളരെ വലിയ ഇടപാടുകാരനാണ്. എങ്ങനെ? ഉത്തരം: ബാബ പറയുന്നു, ഞാൻ ഇത്രയും നിഷ്കളങ്കനായ ഇടപാടുകാരനാണ്. നിങ്ങളുടെ എല്ലാ പഴയ വസ്തുക്കളും വാങ്ങി അതിൻ്റെ റിട്ടേണായി എല്ലാം പുതിയ വസ്തുക്കളാണ് നൽകുന്നത്. നിങ്ങൾ പറയുന്നു, ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. അപ്പോൾ അതിന് പകരമായി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ശരീരം ലഭിക്കുന്നു, അപാര ധനം ലഭിക്കുന്നു. ഗീതം ഭോലാനാഥനേക്കാൾ വേറിട്ടതായി. ഓം ശാന്തി. ഇത് ഭക്തിമാർഗത്തിൽ പാടുന്ന ഗീതമാണ്. ഏതെല്ലാം ഗീതങ്ങളുണ്ടോ എല്ലാം ഭക്തിമാർഗത്തിലേതാണ്. അതിൻ്റെയും അർത്ഥം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഭോലാനാഥൻ എന്ന് ആരെയാണ് പറയുന്നത് എന്നും കുട്ടികൾ മനസ്സിലാക്കുന്നു. ദേവതമാരെ ഭോലാനാഥൻ എന്ന് പറയില്ല. കുചേലൻ 2 പിടി അരി നൽകിയപ്പോൾ കൊട്ടാരം കിട്ടിയതായി പാടപ്പെട്ടിട്ടുണ്ട്. അതും എത്ര സമയത്തേക്കാണ്? 21 ജന്മത്തേക്ക്. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ വന്ന് ഭാരതവാസികൾക്ക് തീർച്ചയായും വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം നൽകുന്നു. എന്തിൻ്റെ പ്രതിഫലമായാണ് നൽകുന്നത്? കുട്ടികൾ പറയുന്നു, ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. അങ്ങാൽ തന്നെ നൽകപ്പെട്ടതാണ്. ആർക്കെങ്കിലും കുട്ടി ജനിക്കുമ്പോൾ ഭഗവാൻ നൽകിയതാണ് എന്ന് പറയുന്നു. ധനത്തെക്കുറിച്ചും പറയുന്നു, ഭഗവാനാണ് നൽകിയത്. പറയുന്നത് ആരാണ്? ആത്മാവ്. ഭഗവാൻ എന്നാൽ ബാബ നൽകി. ബാബ പറയുന്നു, നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ നൽകേണ്ടി വരും. അതിൻ്റെ പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളായ ശരീരം ട്രാൻസ്ഫർ ചെയ്ത് നൽകും, അപാര ധനം നൽകും. എന്നാൽ ആർക്കായിരിക്കും നൽകുക? തീർച്ചയായും കുട്ടികൾക്ക് തന്നെയായിരിക്കും നൽകുക. ലൗകിക അച്ഛനിൽ നിന്നും അല്പകാലത്തേക്കുള്ള ധനം ലഭിച്ചു. പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ജ്ഞാനവും ഭക്തിയും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഭക്തിയിൽ അല്പകാലത്തേക്ക് വേണ്ടി ലഭിക്കുന്നു. ധനമുണ്ടെങ്കിൽ സുഖമുണ്ട്. ധനമില്ലെങ്കിൽ മനുഷ്യർ എത്ര ദുഃഖിതരാകുന്നു. കുട്ടികൾക്കറിയാം, ബാബ നമുക്ക് അളവറ്റ ധനം നൽകുന്നു. അതിനാൽ സന്തോഷമുണ്ടാകുന്നു. സുഖധാമത്തിലാണെങ്കിൽ സുഖത്തിൻ്റെ ഒരു കുറവുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ രാജധാനിയുണ്ട്. അതിന് പറയുന്നത് പവിത്ര ഗൃഹസ്ഥാശ്രമം എന്നാണ്. അപ്പോൾ ബാബ എത്ര നിഷ്കളങ്കനാണ്. എന്താണ് വാങ്ങുന്നത്? എന്താണ് നൽകുന്നത്? എത്ര നല്ല ഇടപാടുകാരനാണ് ബാബ. അല്ലെങ്കിൽ തന്നെ ബാബ കുട്ടികളുടെ ഇടപാടുകാരൻ തന്നെയാണ്. കുട്ടി ജനിക്കുമ്പോൾ മുഴുവൻ സ്വത്തും അയാളുടേതാകുന്നു. അതായി പരിധിയുള്ള ഇടപാടുകാരൻ. ഇത് പരിധിയില്ലാത്ത ഭോലാനാഥനാണ്. പരിധിയില്ലാത്ത കുട്ടികളുടെ ഇടപാടുകാരൻ. ബാബ പറയുന്നു, ഞാൻ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു. പഴയ സർവ്വതും നിങ്ങളിൽ നിന്നും വാങ്ങി പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് സർവ്വതും നൽകുന്നു. അതിനാൽ ദാതാവ് എന്ന് പറയുന്നു. ദാതാവും ഇദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. നിഷ്കാമ സേവനം ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ നിഷ്കാമിയാണ്. എനിക്ക് യാതൊരു ഇച്ഛയുമില്ല. വൃദ്ധനായ പിതാവിനെ സംരക്ഷിക്കുക എന്നത് കുട്ടികളുടെ ജോലിയാണ്.
കാരണം ഞാൻ നിങ്ങളെ സംരക്ഷിച്ചതാണ് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയില്ല. പിതാവ് വൃദ്ധനാകുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് നിയമമുണ്ട്. ഈ പിതാവാണെങ്കിൽ ഒരിക്കലും വൃദ്ധനാകുന്നില്ല, സദാ യുവാവാണ്. ആത്മാവ് ഒരിക്കലും വൃദ്ധനാകുന്നില്ല. ലൗകിക അച്ഛൻ കുട്ടികളിൽ പ്രതീക്ഷ വയ്ക്കും, ഞാൻ വൃദ്ധനാകുമ്പോൾ കുട്ടികൾ എൻ്റെ സേവനം ചെയ്യും എന്ന കാര്യം അറിയുന്നു. എല്ലാം കുട്ടികൾക്ക് നൽകുന്നു, എങ്കിലും സേവനം നടക്കുന്നു. ഈ ശിവ് ബാബു പറയുന്നു, ഞാൻ അഭോക്താവ് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഭക്ഷിക്കുന്നില്ല. ഞാൻ വരുന്നത് തന്നെ കേവലം കുട്ടികൾക്ക് ജ്ഞാനം നൽകുവാനാണ്. സുപ്രീം ആത്മാവ് ആത്മാക്കളെ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. ഓരോ കാര്യവും ആത്മാവാണ് ചെയ്യുന്നത്. സംസ്കാരവും ആത്മാവാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആധാരത്തിൽ ശരീരം ലഭിക്കുന്നു. ഇവിടെ മനുഷ്യരുടെ അനേകം മതങ്ങളുണ്ട്. ചിലർ പറയുന്നു ആത്മാവ് പരമാത്മാവ് തന്നെയാണ്, അതിൽ യാതൊന്നും പതിയുന്നില്ല എന്ന്. ആത്മാവ് നിർലേപമാണെന്ന് പറയുന്നു. അഥവാ ആത്മാവ് നിർലേപമാണെങ്കിൽ എന്തുകൊണ്ട് പാപാത്മാ പുണ്യാത്മാ എന്ന് പറയുന്നു? അഥവാ ആത്മാവ് നിർലേപമാണ് എങ്കിൽ പാപശരീരം പുണ്യശരീരം എന്ന് പറയണമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ ആത്മാക്കളുടെയും ആത്മീയ പിതാവ് ആത്മാക്കളായ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിലൂടെ. ആത്മാവിനെ വിളിക്കുന്നുമുണ്ടല്ലോ. എൻ്റെ പിതാവിൻ്റെ ആത്മാവ് വന്നു ടേസ്റ്റ് എടുത്തു എന്ന് പറയുന്നു. ആത്മാവ് തന്നെയാണ് സ്വാദെടുക്കുന്നത്. ബാബ ഇങ്ങനെ പറയില്ല. ആ ഒന്ന് അഭോക്താവാണ്. ബ്രാഹ്മണരെ കഴിപ്പിക്കുന്നു, ആത്മാവ് വരുന്നു. എവിടെയെങ്കിലും വിരാജിക്കുന്നുണ്ടാകും. ബ്രാഹ്മണരെയും മറ്റും കഴിപ്പിക്കുന്നത് ഭാരതത്തിൽ സാധാരണ കാര്യമാണ്. ആത്മാവിനെ വിളിക്കുന്നു, അതിനോട് ചോദിക്കുന്നു. പിന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമായി വരികയും ചെയ്യുന്നു. ഈ പിതൃക്കളെയും മറ്റും കഴിപ്പിക്കുക, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബാബ നട്ഷലായി ഡ്രാമയുടെ രഹസ്യത്തെ പറഞ്ഞു തരുന്നു. ഡീറ്റെയിലായി ഇത്രയും ഡ്രാമയുടെ അറിവ് നൽകുക സാധ്യമല്ല. ഓരോന്നും മനസ്സിലാക്കിക്കുന്നതിന് തന്നെ വർഷമെടുക്കും. കുട്ടികളായ നിങ്ങൾക്ക് വളരെ സഹജമായി ശിക്ഷണം ലഭിക്കുന്നു. ഹേ പതീത പാവന വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് പാടുന്നുമുണ്ട്. ആ ഒന്നിൻ്റെ നാമം തന്നെ പതീത പാവനൻ എന്നാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെ പതീത പാവനൻ എന്ന് പറയാൻ സാധിക്കില്ല. ബാബയെ തന്നെയാണ് പതീത പാവനൻ, ലിബറേറ്റർ എന്ന് പറയുന്നത്. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നും ആ ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് നിരാകാരമാണ്. ശിവന്റെ ക്ഷേത്രത്തിൽ പോയി നോക്കൂ, അവിടെ ലിംഗം വെച്ചിട്ടുണ്ട്. തീർച്ചയായും ചൈതന്യത്തിലുണ്ടായിരുന്നു, അതിനാലാണ് പൂജിക്കുന്നത്. ഈ ദേവതമാരും ഒരിക്കൽ ചൈതന്യത്തിൽ ഉണ്ടായിരുന്നു, അതിനാലാണ് അവർക്ക് മഹിമയുള്ളത്. നെഹ്റു ചൈതന്യത്തിലുണ്ടായിരുന്നു, അതിനാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ എടുത്ത് മഹിമ ചെയ്യുന്നു. എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ട് പോകുമ്പോൾ അവരുടെ ജഡചിത്രം ഉണ്ടാക്കി മഹിമ ചെയ്യുന്നു. പവിത്രമായവരുടെ പൂജയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെയും പൂജ ചെയ്യുവാൻ സാധിക്കില്ല. വികാരത്തിലൂടെയാണല്ലോ ജനിക്കുന്നത്. അപ്പോൾ അവരുടെ പൂജ ഉണ്ടാവുക സാധ്യമല്ല. പൂജ ദേവതമാരുടേതാണ് ഉണ്ടാകുന്നത്. അവർ സദാ പവിത്രമാണ്. നിങ്ങൾക്കറിയാം, ബാബ വന്നിരുന്നു, വീണ്ടും ഇപ്പോൾ സംഗമത്തിൽ വന്നിരിക്കുന്നു, സ്വർഗം സ്ഥാപിക്കുന്നതിനായി. പിന്നെ ദ്വാപരം മുതൽ രാവണരാജ്യം ആരംഭിക്കും. രാവണരാജ്യം ആരംഭിക്കുന്നതിലൂടെ ഉടൻ ശിവന്റെ ക്ഷേത്രമുണ്ടാക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ചൈതന്യത്തിൽ നോളജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് സത്യമാണ്, ചൈതന്യമാണ്. ആ ഒന്നിൻ്റെ മഹിമ പാടുന്നു. നിരാകാരന് ശരീരം വേണമല്ലോ. അപ്പോൾ ബാബ തന്നെ വന്ന് വിശ്വത്തെ ഹെവനാക്കി മാറ്റുന്നു. ആ ഹെവനിൽ രാജ്യം ഭരിക്കുന്നതിനായി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗവാസി നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു.
നിരാകാരനായ പരംപിത പരമാത്മാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. എന്നാൽ എങ്ങനെ കേൾപ്പിക്കും? പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു. എനിക്ക് ഡ്രാമയിൽ ഈ പാർട്ടുണ്ട്. ഞാൻ പ്രകൃതിയുടെ ആധാരമെടുക്കുന്നു. ഇദ്ദേഹം ആദ്യ നമ്പറിലേതാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ വന്ന് പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വയ്ക്കുന്നു. ആദ്യം ഇവരെല്ലാം ഭട്ടിയിലുണ്ടായിരുന്നപ്പോൾ വളരെ പേർക്ക് നാമം നൽകിയിരുന്നു. എന്നാൽ വളരെ പേർ പിന്നെ ഉപേക്ഷിച്ചു. അതിനാൽ പേര് വയ്ക്കുന്നതിലൂടെ എന്ത് നേട്ടം? നിങ്ങൾ ആ പേര് നോക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടും. ഒരേ സമയത്ത് ഒരുമിച്ച് എത്ര രമണീയമായ പേരുകൾ വന്നു. സന്ദേശികൾ പേര് കൊണ്ടുവരുമായിരുന്നു. ആ ലിസ്റ്റും തീർച്ചയായും വെക്കണം. സന്യാസിമാരും എപ്പോൾ സന്യസിക്കുന്നുവോ അപ്പോൾ അവരുടെയും പേര് മാറുന്നു. വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾ വന്ന് ബ്രഹ്മാവിൻ്റേതാകുന്നു. ശിവൻ്റേത് തന്നെയാണ്. നിങ്ങൾ പറയുന്നത് തന്നെ ബാബ് ദാദ എന്നാണ്. സന്യാസിമാർക്ക് ഇങ്ങനെ ഉണ്ടാകില്ല. പേരാകട്ടെ മാറുന്നു, എന്നാൽ ബാബ് ദാദയെ ലഭിക്കുന്നില്ല. അവർക്ക് കേവലം ഗുരുവിനെ ലഭിക്കുന്നു. ഹഠയോഗികളായ പരിധിയുള്ള സന്യാസികളും രാജയോഗിയായ പരിധിയില്ലാത്ത സന്യാസിയും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പാടുകയും ചെയ്യുന്നു. അവരുടേതും വൈരാഗ്യമാണ്. എന്നാൽ അവരുടേത് വീടിനോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ്. നിങ്ങളുടേത് മുഴുവൻ ലോകത്തോടുമുള്ള വൈരാഗ്യമാണ്. സൃഷ്ടി മാറുന്നു എന്നത് അവർക്കറിയില്ല. നിങ്ങളുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ഈ സൃഷ്ടി സമാപ്തമാകേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോകേണ്ടതുണ്ട്. എന്നാൽ പാവനമാകാതെ അവിടെ പോകുവാൻ സാധിക്കില്ല. ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു. തീർച്ചയായും പുതിയ ലോകത്തിൽ ദേവീ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. അത് ബാബ ഇപ്പോൾ സ്ഥാപിക്കുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ പുണ്യ ആത്മാവായി മാറും. വളരെ സഹജമാണ്. എന്നാൽ ഓർമ്മ മറന്നുപോകുന്നു. ഭക്തിമാർഗത്തിൻ്റെ സമ്പ്രദായങ്ങൾ തികച്ചും വേറെയാണ്. തിരികെ തൻ്റെ വീട്ടിലേക്ക് ആർക്കും പോകുവാൻ സാധിക്കില്ല. പുനർജന്മം എല്ലാവർക്കും തീർച്ചയായും എടുക്കേണ്ടതുണ്ട്. വീട്ടിൽ പോകാനുള്ള സമയം ഒന്ന് തന്നെയാണ്. ഇന്നയാൾ മോക്ഷം പ്രാപിച്ചു എന്നത് കെട്ടുകഥയാണ്. ബാബ പറയുന്നു, ഒരു ആത്മാവിനും ഇടയിൽ വെച്ച് തിരികെ പോകുവാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ മുഴുവൻ കളിയും കേടായി പോയേനെ. ഓരോരുത്തർക്കും സതോ രജോ തമോയിൽ തീർച്ചയായും വരേണ്ടതുണ്ട്. മോക്ഷത്തിനു വേണ്ടി വളരെ പേർ വരുന്നു. മോക്ഷം ഉണ്ടാകുന്നില്ല എന്നത് മനസ്സിലാക്കിക്കുന്നു. ഇതാണെങ്കിൽ അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇതിലൊരിക്കലും മാറ്റമുണ്ടാവുക സാധ്യമല്ല. ഈച്ച ഇതിലൂടെ കടന്നുപോയി എങ്കിൽ വീണ്ടും 5000 വർഷത്തിനു ശേഷം ഇതേപോലെ കടന്നു പോകും. ബാബ എത്ര നിഷ്കളങ്കമാണ് എന്നതും അറിയുന്നുണ്ട്. പതീത പാവനായ ബാബ തൻ്റെ പരംധാമത്തിൽ നിന്നും പാട്ട് അഭിനയിക്കാൻ വരുന്നു. ആ ഒന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ഡ്രാമ എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടത്? ഇതിൽ മുഖ്യമായും ആരെല്ലാമാണുള്ളത്? ഏറ്റവും ധനികൻ ആരാണ് ഈ ലോകത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ നമ്പർ വൈസായി പേര് കണ്ടെത്തുന്നു. നിങ്ങൾക്കറിയാം ഏറ്റവും ധനികൻ ആരാണ്? അവർ പറയും അമേരിക്ക. എന്നാൽ നിങ്ങൾ അറിയുന്നുണ്ട്, സ്വർഗത്തിൽ ഏറ്റവും ധനികരാകുന്നത് ഈ ലക്ഷ്മി നാരായണനാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു ഭാവിയിലേക്ക് വേണ്ടി, ഏറ്റവും വലിയ ധനികരാകുന്നതിന് വേണ്ടി. ഇത് റേസാണ്. ഈ ലക്ഷ്മി നാരായണനെ പോലെ ധനികർ ആരാകും? അള്ളാഹ് അലാവുദ്ദീൻ്റെ സ്റ്റോറിയും ഉണ്ടാക്കുന്നു. ഉരസുമ്പോൾ കുബേരൻ്റെ ഖജനാവ് ലഭിക്കുന്നു. പലതരത്തിലുള്ള നാടകങ്ങൾ ഉണ്ടാക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഈ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോകും, നമുക്ക് കാരുണ്യൻ്റെ ഖജനാവ് ലഭിക്കും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ മായ പൂർണ്ണമായും ഓടിപ്പോകും. ബാബയെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ മായ പിന്നെ ശല്യം ചെയ്യുന്നു. പറയുന്നു, ബാബ, നമുക്ക് മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ശരി, ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ, എങ്കിൽ കൊടുങ്കാറ്റ് ഇല്ലാതാകും. ബാക്കി നാടകവും മറ്റും ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു, കാര്യം ഒന്നും തന്നെയില്ല. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു, കേവലം ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളിൽ എന്തെല്ലാം അലോയുണ്ടോ അത് മാറും. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. ആത്മാവ് പവിത്രവും സത്യമായ സ്വർണവുമായിരുന്നു, അതിപ്പോൾ അസത്യമായിരിക്കുന്നു, വീണ്ടും സത്യമാകും ഈ ഓർമ്മയുടെ അഗ്നിയിലൂടെ. അഗ്നിയിലിടാതെ സ്വർണം പവിത്രമാകില്ല. അപ്പോൾ ഇതിനെയും യോഗ അഗ്നി എന്ന് പറയുന്നു. ഓർമ്മയുടെ കാര്യമാണ്. അവരാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗം പഠിപ്പിക്കുന്നു. നിങ്ങളോട് ബാബു പറയുന്നു, എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓർമ്മിക്കൂ. ആസനങ്ങളും മറ്റും എത്രത്തോളം നിങ്ങൾ ചെയ്യും? ഇതാണെങ്കിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓർമ്മയിലിരിക്കണം. രോഗാവസ്ഥയിലായിരുന്നാലും ഇവിടെ കിടന്നുകൊണ്ടും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. ശിവ് ബാബയെ ഓർമ്മിക്കൂ, ചക്രത്തെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഗംഗ തടത്തിലായിരിക്കണം, അമൃത നാവിലുണ്ടായിരിക്കണം എന്ന് അവർ പിന്നെ എഴുതിയിരിക്കുന്നു. ഗംഗാ തീരത്താണെങ്കിൽ ഗംഗാജലം ലഭിക്കുന്നു. അതിനാൽ മനുഷ്യർ ഹരിദ്വാറിൽ പോയി ഇരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എവിടെയും ഇരുന്നു കൊള്ളൂ. രോഗാവസ്ഥയിലാണെങ്കിലും കേവലം ബാബയെ ഓർമ്മിക്കൂ, സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്നും മാറട്ടെ. ഈ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ആ ഭക്തിമാർഗത്തിൻ്റെ കാര്യങ്ങളും ഈ ജ്ഞാനമാർഗത്തിൻ്റെ കാര്യങ്ങളും തമ്മിൽ എത്ര രാപ്പകൽ വ്യത്യാസമുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. അവരാണെങ്കിൽ യുദ്ധം ചെയ്യുന്നവരോട് പറയുന്നു, ആരാണോ യുദ്ധ മൈതാനത്ത് മരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും എന്ന്. വാസ്തവത്തിൽ യുദ്ധം ഇതാണ്. അവർ കൗരവരുടെയും പാണ്ഡവരുടെയും സൈന്യത്തെ കാണിച്ചിരിക്കുന്നു. മഹാഭാരത യുദ്ധം ഉണ്ടായി, പിന്നെ എന്ത് സംഭവിച്ചു? റിസൾട്ട് ഒന്നും തന്നെയില്ല. തീർത്തും ഘോര അന്ധകാരമാണ്. ഒന്നും മനസ്സിലാക്കുന്നില്ല. അതിനാൽ അജ്ഞാന അന്ധകാരം എന്ന് പറയുന്നു. ബാബ പിന്നെ പ്രകാശമുണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും നോളജ്ഫുൾ എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കും മുഴുവൻ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതാണ് മൂലവതനം. അവിടെ നിങ്ങൾ ആത്മാക്കൾ വസിക്കുന്നു. അതിനെ ബ്രഹ്മാണ്ഡം എന്നും പറയുന്നു. ഇവിടെ രുദ്രയജ്ഞം രചിക്കുന്നു. അപ്പോൾ ബാബയോടൊപ്പം ആത്മാക്കളായ നിങ്ങളുടെയും പൂജ ചെയ്യുന്നു. കാരണം നിങ്ങൾ വളരെ പേരുടെ മംഗളം ചെയ്യുന്നു. ബാബയോടൊപ്പം നിങ്ങൾ വിശേഷിച്ച ഭാരതത്തിൻ്റെയും പൊതുവായി ലോകത്തിൻ്റെയും ആത്മീയ സേവനം ചെയ്യുന്നു. അതിനാൽ ബാബയോടൊപ്പം കുട്ടികളായ നിങ്ങളുടെയും പൂജയുണ്ടാകുന്നു. ശരി, മധുരമധുരമായ സിഖീലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ കൊടുങ്കാറ്റുകളെ ഓടിക്കുന്നതിനായി ബാബയെ വളരെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ആത്മാവിനെ യോഗ അഗ്നിയിലൂടെ സത്യം സത്യമായ സ്വർണമാക്കി മാറ്റണം. പരിധിയില്ലാത്ത വൈരാഗിയായി ഈ പഴയ ലോകത്തെ മറക്കണം. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് പോകണം. അതിനാൽ ഇതിനെ സന്യസിക്കണം. വരദാനം: ഓരോ ചുവടിലും ജാഗ്രത വെച്ചുകൊണ്ട് പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന പദം പതിയായി ഭവിക്കട്ടെ. ബാബ കുട്ടികൾക്ക് വളരെ ഉയർന്ന സ്റ്റേജിൽ ഇരിക്കുന്നതിനുള്ള ജാഗ്രത നൽകുന്നു.
അതിനാൽ ഇപ്പോൾ അല്പം പോലും അലംഭാവം കാണിക്കാനുള്ള സമയമല്ല. ഇപ്പോൾ ഓരോ ചുവടിലും ജാഗ്രത വച്ചുകൊണ്ട് ചുവടിൽ പദമങ്ങളുടെ സമ്പാദ്യം നടത്തി പദം പതിയാകൂ. ഏതുപോലെ പേര് പദമാപദം ഭാഗ്യശാലി എന്നാണ്, ഇതേപോലെയാകണം കർമ്മവും. ഒരു ചുവട് പോലും പദമങ്ങളുടെ സമ്പാദ്യം ഇല്ലാതെ പോകരുത്. അപ്പോൾ വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കി ശ്രീമത്തനുസരിച്ച് ഓരോ ചുവടും വയ്ക്കൂ. ശ്രീമത്തിൽ മന്മത്ത് മിക്സ് ചെയ്യാതിരിക്കൂ. സ്ലോഗൻ: മനസ്സിനെ ഓർഡർ അനുസരിച്ച് നടത്തിക്കൂ. അപ്പോൾ മന്മനാഭവയുടെ സ്ഥിതി സ്വതവേ നിലനിൽക്കും. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിൽ ഇരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ഓർമ്മയെ ശക്തിശാലി ആക്കുന്നതിനായി വിസ്താരത്തിലേക്ക് പോകുമ്പോൾ സാരത്തിൻ്റെ സ്ഥിതിയുടെ അഭ്യാസം കുറഞ്ഞു പോകരുത്. വിസ്താരത്തിൽ സാരം മറന്നു പോകരുത്. കഴിക്കുക, കുടിക്കുക, സേവനം ചെയ്യുക, എന്നാൽ വേറിട്ട അവസ്ഥ മറന്നു പോകരുത്. സാധന എന്നാൽ ശക്തിശാലി ഓർമ്മ. നിരന്തരം ബാബയോട് ഹൃദയത്തിൽ നിന്നുള്ള ബന്ധം. കേവലം യോഗത്തിലിരുന്നു എന്നതിനെ സാധന എന്ന് പറയുകയില്ല. ഏതുപോലെ ശരീരം കൊണ്ട് ഇരിക്കുന്നു, അതേപോലെ ഹൃദയവും മനസ്സും ബുദ്ധിയും ഒരു ബാബയുടെ നേർക്ക്, ബാബയുടെ കൂടെ ഇരിക്കണം. ഇങ്ങനെയുള്ള ഏകാഗ്രത തന്നെയാണ് ജ്വാലയെ പ്രജ്വലിതം ആക്കുന്നത്. ഓം ശാന്തി. ഓം ശാന്തി. ഏകാന്തമായിരുന്ന് അന്തർമുഖ അവസ്ഥയിൽ ആത്മഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹമാകുന്ന രഥത്തിൽ ദേഹിയായ ഞാൻ സാരഥിയായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പവിത്രതയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും ആത്മീയ തരംഗങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്നു. ജ്യോതി സ്വരൂപ ആത്മാവായ ഞാൻ ബുദ്ധിബലത്താൽ ദേഹത്തിൻ്റെ ആധാരം വേർപെടുത്തി പരംധാം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ജ്യോതി ദേശം എത്ര ശാന്തി നിറഞ്ഞതാണ്, എത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ. ഈ ദിവ്യലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ഗഹനത ഞാൻ അനുഭവിക്കുന്നു. ഈ ജ്യോതി ദേശത്തിലെ പരമജ്യോതിയായ പരമാത്മാവിൻ്റെ
ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. പരമാത്മാവിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്ത് മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശ്രേഷ്ഠ സംഘത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ആത്മാവിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. സർവ ആത്മീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പന്നത കൈവരുന്നു. സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ സൗഭാഗ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ പരമാത്മാ സംഘത്തിലൂടെ പ്രാപ്തമായ സമ്പന്ന അവസ്ഥ നിലനിർത്തി ഞാൻ ദേഹമാകുന്ന രഥത്തിൽ സാരഥിയായി യോഗയുക്ത അവസ്ഥയിൽ അവതരിക്കുന്നു.